അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 8ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമിലെ 8ാമത്തെ പാഠം ഇന്നമാ വലിയ്ക്കുമുല്ലാഹു വ റസൂലുഹു. ഇന്നമാ വലിയ്ക്കും, തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായി, അല്ലാഹു വ റസൂലുഹു, അല്ലാഹുവും അവൻ്റെ ദൂതർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമാണ്. ഇൻഷാ അല്ലാഹ് ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയമാകുന്ന അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നു, അള്ളാഹുവിൻ്റെ നബിമാരോട്, അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ഔലിയാക്കളോട് സഹായം തേടുന്നതിനെക്കുറിച്ചൊക്കെ അതിനുള്ള തെളിവുകളാണ് ഈ പാഠത്തിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. മുജാഹിദ് ജമാഅത്ത് പോലെയുള്ളവർ പറയുന്നു അള്ളാഹുവിനോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ എന്ന്. എന്നാൽ സ്വഹാബാക്കൾ ചെയ്ത ആ മാതൃക, സ്വഹാബാക്കൾ നമുക്ക് കാണിച്ചു തന്ന ആ മാതൃകയാണ്, അവർ സഹായം ചോദിച്ചതിൻ്റെ തെളിവുകളാണ് ഈ ക്ലാസ്സിലൂടെ, ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സഹായം തേടുന്നതിനെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് സഹായം തേടിയ ഒരുപാട് സംഭവങ്ങൾ ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിക്കാം. സഫീന റളിയല്ലാഹു അൻഹു യാത്ര ചെയ്ത കപ്പൽ തകർന്നു. കഷ്ടിച്ച് രക്ഷപ്പെട്ട് ഒരു ദ്വീപിലെത്തി. അതാ ഒരു സിംഹം തനിക്ക് നേരെ ചീറിയടിക്കുന്നു. സഫീന റളിയല്ലാഹു അൻഹു സിംഹത്തോട് ഇങ്ങനെ പറഞ്ഞു: അന സഫീനത്തു മൗലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഫീന റളിയല്ലാഹു അൻഹു ഒരു കപ്പൽ യാത്രയിലാണ്. അങ്ങനെ ആ കപ്പൽ എന്ത് ചെയ്തു? തകർന്നു. അങ്ങനെ അദ്ദേഹം കഷ്ടപ്പെട്ടുകൊണ്ട് ആ സമുദ്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട് എവിടെത്തി? ഒരു ദ്വീപിലെത്തി. അപ്പോഴാണ് ഒരു സിംഹം അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ചീറിയടിക്കുന്നത്. സഫീന റളിയല്ലാഹു അൻഹു സിംഹത്തോട് ഇങ്ങനെ പറയാണ്: അന സഫീനത്ത് മൗലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളർത്തു മകൻ സഫീനയാണ് എന്നെന്ത് ചെയ്തു? ആ സിംഹത്തോട് സഫീന റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇത് കേട്ട സിംഹം ശാന്തനായി. ആ ചീറിയെടുത്ത സിംഹം എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലയാണ് എന്നത് കേട്ടതോടുകൂടെ സിംഹം എന്ത് ചെയ്തു? ശാന്തനായി. തുടർന്ന് കാട്ടിന് പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നത് പോലെ മുന്നിൽ നടന്നു. അതിനുശേഷം ആ സിംഹം ശാന്തനായതിനു ശേഷം എന്ത് ചെയ്തു? ബഹുമാനപ്പെട്ട സഫീന റളിയല്ലാഹു അൻഹു എനിക്ക് വഴി കാണിച്ചു കൊടുക്കുന്നവരായിട്ട് ആ കാട്ടിലൂടെ എന്ത് ചെയ്തു? സഫീന റളിയല്ലാഹു അൻഹു മുന്നിൽ ഇങ്ങനെ നടന്നു. പിരിയുമ്പോൾ യാത്രയാക്കുന്നത് പോലെ ഒരു ശബ്ദമുണ്ടാക്കി. പിരിഞ്ഞു പോകുന്ന സമയത്ത് സഫീന റളിയല്ലാഹു അൻഹു ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചതിന് ശേഷം പിരിഞ്ഞു പോകുന്ന സമയത്ത് ആ സിംഹം എന്ത് ചെയ്തു? യാത്ര പറയുന്നത് പോലെ ഒരു ശബ്ദമുണ്ടാക്കി. ഇങ്ങനെയായിരുന്നു സ്വഹാബത്ത്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടുപിടിച്ചു. എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അവരാരെ കൂട്ടുപിടിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂട്ടുപിടിച്ചു. ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ചു. എത്ര വലിയ പ്രശ്നമാണെങ്കിലും എത്ര ചെറിയ പ്രശ്നമാണെങ്കിലും അതിനൊക്കെ പരിഹാരം ആരായിരുന്നു? അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. കാല് തളർന്നപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യാ മുഹമ്മദ് എന്ന് വിളിച്ചു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാല് തളർന്ന സമയത്ത് എന്താ വിളിച്ചത്? യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എന്ത് ചെയ്തു? വിളിച്ചു. രോഗം സുഖപ്പെട്ടു. ആ വിളിയോടുകൂടെ എന്ത് ചെയ്തു? ബഹുമാനപ്പെട്ടവരുടെ രോഗം സുഖപ്പെട്ടു. മഴ ലഭിക്കാൻ വേണ്ടി ഒരു ഗ്രാമവാസി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെയാണ് പരാതി പറഞ്ഞത്. മഴ ലഭിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു ഗ്രാമവാസി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്. എന്താണ് പറഞ്ഞത്? വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈനാ ഫിറാറുന്നാസി ഇല്ലാ ഇലർ റുസുലി. വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ, അങ്ങല്ലാതെ ഞങ്ങൾക്ക് അഭയമില്ല. വഅൈന ഫിറാറുന്നാസി, വഅൈന ഫിറാറുന്നാസി ഇല്ലാ ഇലർ റുസുലി, ജനങ്ങൾ പ്രവാചകന്മാരെയല്ലാതെ മറ്റ് ആര് അഭയം പ്രാപിക്കും? വഅൈന ഫിറാറുന്നാസി, ജനങ്ങൾ ആര് അഭയം പ്രാപിക്കും? ഇല്ലാ ഇലർ റുസുലി, പ്രവാചകന്മാരെയല്ലാതെ മറ്റ് ആര് അഭയം പ്രാപിക്കും എന്ന് ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഴ ആവശ്യപ്പെട്ടുകൊണ്ട് വന്ന് പറഞ്ഞ സംഭവമാണത്. അപ്പോൾ ഈ സംഭവങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാകുന്ന എന്താണ്? എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളും നമ്മൾ ആരിലേക്ക് തിരിയണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്ത് ചെയ്യണം? സഹായം ചോദിക്കണം. മഹാന്മാരോട് സഹായം ചോദിക്കണം. ഈ രൂപത്തിലാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിച്ചു പോകുന്നത്. വഫാത്തിന് ശേഷവും അവർ ഈ രീതി തുടർന്നു. സ്വഹാബത്ത് വഫാത്തിന് ശേഷവും എന്ത് ചെയ്തു? ഈ രീതി തുടർന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം നാട്ടിൽ ക്ഷാമം ബാധിച്ചു. ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു? ക്ഷാമം ബാധിച്ചു. ബിലാൽ ഇബ്നു ഹാരിത്ത് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് അരികിലേക്ക് ചെന്ന് ഇങ്ങനെ പറഞ്ഞു:
ക്ഷാമം ബാധിച്ചപ്പോൾ ബിലാൽ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബി എന്ത് ചെയ്തു? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് അരികിൽ ചെന്നുകൊണ്ട് ഇങ്ങനെ പറയാണ്, യാ റസൂലല്ലാഹ് ഇസ്തസ്ഖില്ലാഹ ലി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകൂ. അള്ളാഹുവിൻ്റെ ദൂതരെ, അങ്ങയുടെ ഉമ്മത്തിന് മഴയ്ക്ക് വേണ്ടി തേടിയാലും, അള്ളാഹുവിൻ്റെ ദൂതരെ അങ്ങയുടെ ഉമ്മത്തിന് മഴയ്ക്ക് വേണ്ടി തേടിയാലും അവർ മഴയില്ലാതെ നശിച്ചു പോവുകയാണ് എന്നെന്ത് ചെയ്തു? ബഹുമാനപ്പെട്ട ബിലാൽ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിനരികിൽ ചെന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു മഴയില്ലാത്ത സമയത്ത്. പിന്നീട് അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ടു. ബഹുമാനപ്പെട്ട ബിലാൽ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വപ്നം കാണാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ സലാം പറയുവാനും മഴ ലഭിക്കുമെന്ന സുവാർത്ത അറിയിക്കുവാനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് സ്വപ്നത്തിൽ നിർദ്ദേശിച്ചു. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഭരണകാലാണല്ലോ. ആ ഭരണകാലത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ബഹുമാനപ്പെട്ട ബിലാൽ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കാണാനോ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം? മഴ ലഭിക്കുമെന്ന സന്തോഷ വാർത്ത അറിയിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിലൂടെ ബിലാൽ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിന് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹം അങ്ങനെ ചെയ്തു. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ പറഞ്ഞ സംഗതികളൊക്കെ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പോയി പറയുകയും ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് പ്രശ്നപരിഹാരത്തിനായി ഉസ്മാൻ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ഒരാൾക്ക് നിർദ്ദേശിച്ചു കൊടുത്ത ദുആ ഇങ്ങനെയായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് പ്രശ്നപരിഹാരത്തിനായി ഉസ്മാൻ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹു സ്വഹാബി ഒരാൾക്ക് നിർദ്ദേശിച്ചു കൊടുത്ത ദുആ ഇങ്ങനെയായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അത്തവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യിർ റഹ്മ യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജത്തി ഹാദിഹി ലിതുഖ്ലാലി അല്ലാഹുമ്മ ഫശഫിഉഹു ഫിയ്യാ. എന്താണ് പറഞ്ഞത് ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു, വ അതവജ്ജഹു ഇലൈക നിന്നിലേക്ക് ഞാൻ മുന്നിടുന്നു, ഞാൻ അഭിമുഖീകരിക്കുന്നു, ബിനബിയിക എങ്ങനെ? നിൻ്റെ നബി മുഖേന ഞാൻ നിന്നിലേക്ക് മുന്നിടുന്നു, മുഹമ്മദിൻ അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന, നബിയ്യിർ റഹ്മ കാരുണ്യത്തിൻ്റെ പ്രവാചകരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന എന്നിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? മുന്നിടുന്നു. യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക ഇലാ റബ്ബി, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, ഇന്നി തവജ്ജഹ്തു ബിക ഇലാ റബ്ബി നിങ്ങളെ മുൻനിർത്തി അള്ളാഹുവിലേക്ക് ഞാൻ ചോദിക്കുന്നു, ഫീ ഹാജത്തി ഹാദിഹി എൻ്റെ ഈ ആവശ്യത്തിന് വേണ്ടി തുഖ്ലാലി അതെനിക്ക് നടപ്പിലാക്കി തരാൻ വേണ്ടി നബിയെ തങ്ങളെ മുൻനിർത്തി ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു. അല്ലാഹുവേ ഫശഫിഉഹു ഫിയ്യാ, അല്ലാഹുവേ ഫശഫിഉഹു ആ നബിയെ നീ എനിക്ക് ശുപാർശകനാക്കണം. അല്ലാഹുമ്മ ഫശഫിഉഹു ആ നബിയെ നീ ശുപാർശകനാക്കണം, ഫിയ്യാ എൻ്റെ കാര്യത്തിൽ ആ നബിയെ നീ എന്താക്കണം? ശുപാർശകനാക്കണം. അപ്പോൾ ഈ രൂപത്തിലായിരുന്നു സഹാബത്തുൽ കിറാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്തും അവിടുത്തെ വഫാത്തിന് ശേഷവും. ഇനി നമുക്ക് മതനിയമങ്ങൾ നിർദ്ദേശിച്ചു തന്ന സന്ദേശവാഹകൻ മാത്രമല്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അവിടുന്ന് നമ്മുടെ സ്നേഹഭാജനവും അഭയവുമാണ്. നമ്മുടെ ഉമ്മയും ഉപ്പയും മറ്റാരും ചെയ്തു തന്നതിനേക്കാൾ വലിയത് അവിടുന്ന് നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ഉപ്പയും അതല്ല മറ്റുള്ളവർ ചെയ്തു തരുന്നതിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് നൽകിയിട്ടുണ്ട്. മഹ്ശറിൽ ഹൗദുൽ കൗസറിനരികിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ കാത്തിരിക്കുന്നു. പരലോകത്ത് നമുക്ക് ശുപാർശ ചെയ്യാനുള്ളതും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന സയ്യിദ് ഉൽദി ആദം. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഉദ്ധരിച്ചു, ഹുവല്ലദീ യഫ്സഉ ഇലൈഹി ഫിന്നവാഇബി വശദാഇദി ഫയഖൂമു ബിഅംരിഹിം വയതഹമ്മലു അൻഹും മകാരിമഹും വയദ്ഫഉഹാ അൻഹും. അതിൻ്റെ അർത്ഥം, വിഷമങ്ങളും വിപത്തുകളും ഉണ്ടാകുമ്പോൾ അഭയം തേടേണ്ട നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. വിഷമങ്ങളും വിപത്തുകളും ഉണ്ടാകുമ്പോൾ അഭയം തേടേണ്ട നേതാവാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടുന്ന് അവരുടെ കാര്യങ്ങൾ നിർവഹിക്കുകയും പ്രയാസങ്ങൾ ഏറ്റെടുക്കുകയും അത് തടയുകയും ചെയ്യും. പ്രയാസങ്ങൾ എന്ത് ചെയ്യും? തടയുകയും ചെയ്യും. അവർക്ക്
അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവരുടെ കാര്യങ്ങൾ എന്ത് ചെയ്യും, നിർവഹിക്കും, പ്രയാസങ്ങൾ ഏറ്റെടുക്കും. പ്രയാസങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യും, തടുക്കുകയും ചെയ്യും. മങ്കൂസ് മൗലിദിൽ നാം പാരായണം ചെയ്യാറില്ലേ? അൻത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അൻത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ مثل حسنك قط يا سيدي خير النبي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي أنت تطلع بيننا في الكواكب كالبدور أنت تطلع بيننا നബിയെ തങ്ങൾ ഞങ്ങൾക്കിടയിൽ ഉദിച്ചിരിക്കുന്നു. ഫിൽ കവാകിബി കൽ ബുദൂർ നക്ഷത്രങ്ങൾക്കിടയിൽ ചന്ദ്രൻ ഉദിച്ചതുപോലെ. ബൽവ അഷ്റഫു മിൻഹു എന്നല്ല അതിനേക്കാൾ ശ്രേഷ്ഠതയുള്ളവരായിട്ട് നബിയെ തങ്ങൾ ഞങ്ങളിൽ ഉദിച്ചിരിക്കുന്നു. യാ സയ്യിദി ഖൈറൻ നബി നബിമാരിൽ ഉത്തമരായ എൻ്റെ നേതാവായ നബിയെ. അന്ത ഉമ്മുൻ അം അബു അന്ത ഉമ്മുൻ നബിയെ തങ്ങൾ ഞങ്ങളുടെ ഉമ്മയാണോ അം അബു അതല്ല അന്ത ഉമ്മുൻ നബിയെ തങ്ങൾ ഉമ്മയാണോ അം അബു അതല്ല ഉപ്പയാണോ? മാറ ഐനാ ഫീഹിമ അവർ രണ്ടുപേരിലും ഞങ്ങൾ കണ്ടിട്ടില്ല മിസ്ല ഹുസ്നിക നബിയെ തങ്ങളെപ്പോലെ ഒരു ഗുണം മാതാപിതാക്കളിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. ഖത്തു തീരെ തന്നെ കണ്ടിട്ടില്ല. യാ സയ്യിദി ഖൈറൻ നബി നബിമാരിൽ ഉത്തമരായ എൻ്റെ നേതാവായ നബിയെ. അന്ത മുൻജീനാ ഗദാ മിൻ ശഫാഅതിക സഫാ അന്ത മുൻജീന ഗദ നാളെ ഞങ്ങളെ രക്ഷിക്കുന്നവരാണ് നബിയെ തങ്ങൾ. അന്ത നബിയെ തങ്ങളെ മുൻജീന ഗദ നാളെ തങ്ങളെ രക്ഷിക്കുന്നവരാണ്. നാളെ പറഞ്ഞാൽ ഖിയാമത്ത് നാളിൽ മിൻ ശഫാഅതിക സഫാ അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട ശഫാഅത്തിനാൽ ഞങ്ങളെ നാളെ രക്ഷിക്കുന്നവരാണ് നബിയെ തങ്ങൾ. മല്ലന ഞങ്ങൾക്കാരാണുള്ളത് മിത്ലുക തങ്ങളെപ്പോലെ നബിയെ തങ്ങളെപ്പോലെ ഞങ്ങൾക്കാരാണുള്ളത്. യാ സയ്യിദി ഖൈറൻ നബി നബിമാരിൽ ഉത്തമരായ എൻ്റെ നേതാവായ നബിയേ. ഇതാണ് നമ്മൾ ചൊല്ലുന്ന മങ്കൂസ് മൗലിദിൽ. ഇനിയുണ്ട് വരികൾ, അതിൻ്റെ അർത്ഥം അത് നമ്മളെന്ത് ചെയ്യുക, ഉൾക്കൊള്ളി ഇനി മുതൽ എന്ത് ചെയ്യണം, ചൊല്ലണം ആ അർത്ഥങ്ങളൊക്കെ. ഇനി നമ്മുടെ പാഠത്തിൽ പറയുന്ന ദുആയാണ്. ഈ ദുആ എന്തിനാണ് കൊടുത്തതെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ ദുആർക്കുന്ന സമയത്ത് ദുആ ചെയ്യുന്ന സമയത്ത് അർത്ഥം അറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അല്ലാഹുമ്മ ഇന്നാ നതവസ്സലു ഇലൈക ബിസ്മിക്കൽ അദീം വബിജാഹി നബിയിക്കൽ കരീം വവലിയിക്കൽ അദീം അൻ തുകഫിറ അന്ന ദുനൂബ വതസ്തുറൽ ഉയൂബ വതുഹസ്സിനൽ അഖ്ലാഖ വതുവസ്സിഅൽ അർസാഖ വതശ്ഫിയൽ അസ്ഖാമ വതുആഫിയൽ ആലാം. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم ووليك العظيم. അല്ലാഹുവേ നിൻ്റെ മഹത്തായ നാമം കൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വവും നിൻ്റെ മഹാനായ വലിയൻ്റെ മഹത്വവും മുൻനിർത്തി ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, നിന്നോട് തേടുന്നു. അൻ തുകഫിറ അന്ന ദുനൂബ് ഞങ്ങളുടെ പാപം പൊറുക്കണമേ. വതസ്തുറൽ ഉയൂബ് ഞങ്ങളുടെ ന്യൂനതകൾക്ക് മറയിടണമേ. വതുഹസ്സിനൽ അഖ്ലാഖ് ഞങ്ങളുടെ സ്വഭാവങ്ങൾ മെച്ചപ്പെടുത്തണമേ. വതുവസ്സിഅൽ അർസാഖ് ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ വിശാലമാക്കണമേ. വതശ്ഫിയൽ അസ്ഖാം രോഗങ്ങൾ സുഖപ്പെടുത്തണമേ. വതുആഫിയൽ ആലാം വേദനകളിൽ നിന്ന് മുക്തി നൽകണമേ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഖുറാസത്ത് തദ്രീബ് നോക്കാം. ഒന്ന് ശരിയുത്തരം അടയാളപ്പെടുത്തുക. ഒന്ന് സിംഹം കാട്ടിന് പുറത്തേക്ക് വഴി കാണിച്ചു കൊടുത്തു. ആർക്കാ? അൻസർ സഫീന റളിയല്ലാഹു അൻഹു. രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനരികിൽ ചെന്ന് സഹായം അഭ്യർത്ഥിച്ചു. അൻസർ ബിലാൽ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു. മൂന്ന് മഴ ലഭിക്കുമെന്ന് സ്വപ്നത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സുവാർത്തയെ അറിയിച്ചു. ആരാണത്? അൻസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇനി രണ്ട് നുജീബ് ഉത്തരം എഴുതാനുള്ളത്. അതിൽ ഒന്ന് നമ്മുടെ സഹായികൾ ആരെല്ലാം? ആൻസർ അള്ളാഹു, അംബിയാ, മുർസലുകൾ, ഔലിയാക്കൾ, സജ്ജനങ്ങൾ. രണ്ട് മഴ ലഭിക്കാൻ വേണ്ടി ഗ്രാമവാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞ കവിത. ആൻസർ വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅയ്നാ ഫിറാറുന്നാസി ഇല്ലാ ഇലർ റസൂലി. മൂന്ന് നാട്ടിൽ ക്ഷാമം ബാധിച്ചപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിലെത്തി സഹായം ചോദിച്ചതെങ്ങനെ? ആൻസർ
യാ റസൂലല്ലാ ഇസ്തസ്ഖില്ലാഹ ലി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലക്കു. അള്ളാഹുവിൻ്റെ ദൂതരെ, അങ്ങയുടെ ഉമ്മത്തിന് മഴയ്ക്ക് വേണ്ടി തേടിയാലും അവർ മഴയില്ലാതെ നശിച്ചു പോവുകയാണ്. 4 പ്രശ്നപരിഹാരത്തിന് ഉസ്മാൻ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി നിർദ്ദേശിച്ച ദുആ: അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയ്യിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യിർ റഹ്മ. യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജത്തി ഹാദിഹി ലിതുഖ്ലാലി അല്ലാഹുമ്മ ഫശഫിഉഹു ഫിയ്യാ. 5 സയ്യിദ് ഉൽദി ആദം എന്ന ഹദീസിന് ഇമാം നവവി റളിയല്ലാഹു അൻഹു നൽകിയ വിശദീകരണമെന്ത്: വല്ലദീ യഫ്സഉ ഇലൈഹി ഫി നവാഇബി വശദാഇദി ഫയഖൂമു ബിഅംരിഹിം വയതഹമ്മലു അൻഹും മകാരിഹഹും വയദ്ഫഉ അൻഹും. വിഷമങ്ങളും വിപത്തുകളും ഉണ്ടാകുമ്പോൾ അഭയം തേടേണ്ട നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവിടുന്ന് അവരുടെ കാര്യങ്ങൾ നിർവഹിക്കുകയും പ്രയാസങ്ങൾ ഏറ്റെടുക്കുകയും അത് തടയുകയും ചെയ്യും. ഇനി 3-ാമത്തെ നുക്മിൽ പൂർത്തിയാക്കാനുള്ളതാണ്. അൻത തത്ലു ബൈനനാ സയ്യിദി ഖൈറൻ നബി. അപ്പോൾ ഫുള്ളായിട്ട് ഇതാ: അൻത തത്ലു ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വ അഷ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. പൂർത്തിയാക്കി എഴുതിയാൽ മാത്രം പോരാ, അതിൻ്റെ അർത്ഥം എഴുതണം. അപ്പോൾ എങ്ങനെ എഴുതും? നബിയെ, തങ്ങൾ ഞങ്ങൾക്കിടയിൽ ഉദിച്ചിരിക്കുന്നു, നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്നത് പോലെ. ബൽ വ അഷ്റഫ് മിൻഹു യാ സയ്യിദി ഖൈറൻ നബി എന്നല്ല, അതിനേക്കാൾ ശ്രേഷ്ഠതയുള്ളവരാണ് നബിയെ തങ്ങൾ, നബിമാരിൽ ഉത്തമരായ എൻ്റെ നേതാവായ നബിയെ. അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിത്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. നബിയെ തങ്ങൾ ഉമ്മയാണോ അതല്ല ഉപ്പയാണോ? ആ ഉമ്മയിലും ഉപ്പയിലും ഞങ്ങൾ കണ്ടിട്ടില്ല തീരെ തന്നെ നിങ്ങളെപ്പോലെ ഗുണം ഉമ്മയിലും ഉപ്പയിലും ഞങ്ങൾ കണ്ടിട്ടില്ല, നബിമാരിൽ ഉത്തമരായ എൻ്റെ നേതാവായ നബിയേ. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ള തദ്രീവാത്തിൽ ഖുറാസത്ത് തദ്രീബിൽ കൊടുത്തിട്ടുള്ളത് അന്തത്തുലു ബൈനന. മങ്കൂസ് മൗദിലെ ഫസ്റ്റ് ഹദീസിൻ്റെ ആ ബൈത്തിൻ്റെ ബൈത്തും കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം കൂടെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥങ്ങളുടെ വരി നമുക്ക് ചൊല്ലാം. ബൈത്ത് അറബിയിലുള്ള ബൈത്ത് നിങ്ങൾ സാധാരണ കേട്ട് പരിചയമുള്ളതാണ്, അത് നിങ്ങൾ ചൊല്ലി പഠിക്കുകയും ചെയ്യുക, അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കുക. താരകങ്ങൾക്കിടയിലെ അമ്പിളിപ്പൊല്ലെങ്കിടും അല്ല അതിലും ശ്രേഷ്ഠരാം മുത്ത് നബിയെ സയ്യിദി. അന്ത ഉമ്മയോ എൻ ഉപ്പയോ അവരിലും കണ്ടില്ല ഞാൻ അങ്ങയെപ്പോൽ സൽഗുണം മുത്ത് നബിയെ സയ്യിദി. നാളെ നല്ല ശഫാഅത്താൽ ഞങ്ങളെ രക്ഷിക്കുവാൻ അങ്ങയെപ്പോൽ മറ്റൊരാൾ ഇല്ല നബിയെ സയ്യിദി. അറ്റമില്ലാ തെറ്റുകൾ ചെയ്തു പോരൊരു പാപി ഞാൻ ആവലാതി പറഞ്ഞിടാം മുത്ത് നബിയെ സയ്യിദി. എൻ കിതാബ് ലഭിച്ചിടും ദാഹമാല വലഞ്ഞിടും അന്ന് ഹൗദൽ കൗസറിനാഗ്രഹം യാ സയ്യിദി. അന്ത്യനാളിൽ ഞങ്ങളെ ചേർക്കണം ശിപാർശയിൽ നഷ്ടമായാലാദിനം ആര് തുണയാ സയ്യിദി. അമ്പലത്തിൽ താരകം ലംഘിടും നാളെപ്പോഴും അങ്ങയിൽ സ്വലവാത്തുകൾ മുത്ത് നബിയെ സയ്യിദി. ഇനി 5-ാമത്തെ എന്താണ്? നുത്തർജിമോ ഇലാ ലുഗത്തിന. അർത്ഥം ഇതാനാണ്: കവാക്കിബ് താരങ്ങൾ, ലക്ക അഷ്കു ആവലാതി പറയുന്നു, ഇർത്തക്ബത്തു അൽ ഖത്താ ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു, ലാഹ നജുമുൻ താരങ്ങൾ ലംഘിടും. ഇനി അതിൽ 6-ാമത്തെ തഖ്സീസ് ക്ലാസ്സിൽ മങ്കൂസ് മൗലിദ് പാരായണം നടത്തുക, വീട്ടിൽ കുടുംബങ്ങളൊത്ത് ചേർന്ന് മൗലിദ് പാരായണം നടത്തുക. അപ്പം നമ്മളെ വീട്ടിലൊക്കെ എന്ത് ചെയ്യണം? മങ്കൂസ് മൗലിദ് പാരായണം ചെയ്യണം. മങ്കൂസ് മൗലിദൊക്കെ രചിച്ചത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയണതാണ്. നമ്മുടെ നാട്ടിൽ വലിയ വിപത്ത് വന്ന സമയത്താണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഈ മങ്കൂസ് മൗലിദ് രചിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? മങ്കൂസ് മൗലിദൊക്കെ നമ്മൾ വീടുകളിൽ പാരായണം ചെയ്യണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.